ജീവിതത്തിൽ ഉറക്കത്തോടുള്ള ബന്ധമുണ്ട്, പല രീതിയിലുള്ള ഉറക്കങ്ങളുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഉറക്കങ്ങളുണ്ട്. പലരും അവൻ സംബറികളായിരിക്കുകയാണ്, ഉറക്കമാണ്. ആത്മീയമായി പുറമെ നടക്കുന്ന പല കാര്യങ്ങളും അറിയുന്നുണ്ട്, എന്നാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലർ അഗാധമായ ഉറക്കത്തിലാണ്, ഒന്നും അറിയുന്നില്ല. ഈ പുറമെ നടക്കുന്ന ആത്മീയ കാര്യങ്ങൾ ഒന്നും തന്നെ അവർ തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കള്ളൻ വീട് ആക്രമിച്ച് കടന്നു വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, അഗാധമായ ഉറക്കത്തിൽ കിടക്കുന്ന മനുഷ്യന് അത് അറിയുവാൻ കഴിയുകയില്ല. അവൻ കടന്നു വന്ന സകലതും മോഷ്ടിക്കുന്നതിന്റെ അടുക്കള തന്നെ തലക്കീഴിരിക്കുന്ന സാധനങ്ങൾ പോലും മോഷ്ടിച്ചുകൊണ്ട് പോകും. അവന്റെ തലക്കീഴിലായിരിക്കും ചാവി എടുത്തിട്ടായിരിക്കും പക്ഷെങ്കിൽ ആ നിലവാരം തുറന്ന സകലതും മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇവൻ അറിയത്തില്ല, കാരണം ഇവൻ അഗാധമായ ഉറക്കത്തിലാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ഉറക്കം മാറണം. നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉറങ്ങുന്നവൻ മരിച്ചവരുടെ ഇടയിലാകുന്നു. ഉറങ്ങുന്നവന് നീ മരിച്ചവരുടെ ഇടയിലാകുന്നു. ഉണർന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. നമ്മുടെ മേൽ തേജസ്സോടുകൂടെ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങി മയങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് ആത്മാവിൽ ജ്വലിച്ച് പ്രകാശിക്കുവാനാകണം. അപ്പോൾ ഒരു തേജസ്സായി നമ്മളെ പ്രകാശിക്കും. ഉറങ്ങുന്നവന്റെ അവസ്ഥ എന്താണ്? മരിച്ചവരുടെ ഇടയിലാണ്. ഹല്ലേലൂയ. മരിച്ചവൻ അവൻ തനിക്ക് തന്നെ അറിയുന്നത്, സെൽഫ് കോൺഷ്യസ് അവനില്ല. സ്വയമായിട്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യന് അറിയത്തില്ല. മരിച്ചവന് ഹല്ലേലൂയ തന്റെ ചുറ്റുപാട് എന്താണ് നടക്കുന്നത് അറിയത്തില്ല. തന്നെ എടുത്തുകൊണ്ട് പോകുന്നു, തന്റെ പ്രിയപ്പെട്ടവർ നിലവിളിക്കുന്നു, തന്നെ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു, മണ്ണ് മൂടുന്നു, ഒന്നും അവൻ അറിയുന്നില്ല. അവൻ മരിച്ചു, ഡെഡാണ്. ഉറങ്ങുന്നവൻ മരിച്ചവരുടെ ഇടയിലാകുന്നു എന്ന് പറയുമ്പോൾ ആത്മീയമായി ഉറങ്ങുന്ന മനുഷ്യൻ അവൻ മരിച്ചവനോട് കൂടെയാണ്. അവന്റെ പുറമെ ഉള്ളതായ യാതൊരു അവസ്ഥകളെയും അവൻ അറിയുവാൻ കഴിയുന്നില്ല. അവന് സ്വയമായിട്ടുള്ള തന്റെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ കഴിയുന്നില്ല. കള്ളനും വരുന്നത് അവൻ അറിയുവാൻ കഴിയുന്ന അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി നശിപ്പിച്ചു കളയുവാനുമായി അവൻ നിനക്കെതിരായി കടന്നു വരുമ്പോൾ അവനെ കാണുവാനോ അവനെ തിരിച്ചറിയുവാനോ കഴിയാതെ ആത്മീയമായി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ അവൻ പട്ടുപോകുവാനിടയാകും. ഭോപ്പാൽ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ, പ്രിയമകരണം ഉണ്ടായപ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വലിയ മാസീവായിട്ടുള്ള ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ഈ ഡെഡ് ബോഡിയൊക്കെ എന്ത് ചെയ്യണം, ഓരോരുത്തരെയും വിഭാഗിച്ച് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇപ്പോൾ അവൻ അവിടെ ഗസായിലൊക്കെ നടക്കുന്ന മരണങ്ങളൊക്കെ അങ്ങനെയാണ്. അവൻ വലിയ ആൾക്കൂട്ട മരണങ്ങൾ, കൊറോണയുടെ സമയത്ത് വലിയ ആൾക്കൂട്ട മരണങ്ങൾ വലിയ പല രാജ്യങ്ങളിൽ നടന്നു. അവരൊക്കെ എന്താണ് ചെയ്തത്? ഓരോരുത്തരെയും പ്രത്യേകം കൊണ്ടുപോയി ഡെഡ് ബോഡി അടക്കിയില്ല, കൂട്ടത്തോടെ കൊണ്ടിട്ട് അവൻ ഇന്ത്യയിൽ ഭോപ്പാൽ സംഭവിച്ച സമയത്ത് അങ്ങനെയാണ്, കൂട്ടത്തോടെ കൂട്ടിയിട്ട് അവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഹല്ലേലൂയ, മരിച്ച ശരീരങ്ങൾ. എന്നാൽ ഇതിനകത്ത് മരിക്കാത്തവരുമുണ്ടായിരുന്നു. ഹല്ലേലൂയ, അൺകോൺഷ്യസ് ആയി കിടക്കുന്നവരുമുണ്ടായിരുന്നു. ഈ തീ ആളിക്കത്തുമ്പോൾ അതിനകത്തുള്ള നിലവിളി കേൾക്കുമ്പോഴാണ് അറിയുന്നത് അതിൽ മരിച്ചവരുമുണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയമായി ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതുപോലെയാണ്. ഹല്ലേലൂയ. മരിച്ചവരിലേക്ക് അവൻ ഇറങ്ങിപ്പോവുകയാണ്. മരിച്ചവർ ഇറങ്ങിപ്പോകുന്ന പാതാളത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോകും. അവൻ ഉറങ്ങുന്ന അനുഭവത്തിലാണെങ്കിൽ അവൻ എന്താണ് സാഹചര്യങ്ങൾ അറിയുന്നില്ല, പുറമെ എന്ത് നടക്കുന്ന അറിയുന്നില്ല, അവൻ എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്, ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത്, ഈ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥകളെ അറിയുവാൻ കഴിയാതെ ആത്മീയമായി ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മീകമായി ഉറങ്ങുന്ന ഏതെങ്കിലും അനുഭവങ്ങളായിരിക്കുന്നുവെങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിന്റെ പ്രകാശിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഉറങ്ങുന്നവന്റെ പ്രത്യേകത എന്താണ്? അവൻ സ്വയമായിട്ട് അറിയുവാൻ കഴിയുന്നില്ല, ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. തന്റെ പുറമെയുള്ള തന്റെ അവൻ അന്തരീക്ഷത്തിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് അവൻ അറിയുന്നില്ല. തന്റെ പ്രിയപ്പെട്ടവർ വരുന്നത് അവൻ അറിയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവൻ പൂർണ്ണമായി മരിച്ചവനെ പോലെയാണ്. ഹല്ലേലൂയ. നാം ആത്മീകമായി ഉറങ്ങിപ്പോയാൽ, ആത്മീകമായി അവൻ മയങ്ങിപ്പോയാൽ, അവൻ കർത്താവ് നമ്മുടെ മണവാളൻ വരുന്നത്, നമ്മുടെ പ്രിയം അവൻ കർത്താവ് വരുന്നത് നാം അറിയുകയില്ല. നമ്മുടെ പുറമെയുള്ള അവൻ കാലത്ത് തിരിച്ചറിയുവാൻ
തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ കാലം ഏതാണ്? ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ അവൻ കാലമാണ്. ആ തേജസ് നമ്മുടെ മേൽ പ്രകാശിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. ആ സൂര്യൻ തേജസ്സോട് നമ്മുടെ മേൽ വെളിപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. കാലം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. കാലഘട്ടത്തെ വിവേചിക്കുവാൻ അറിയാതെ ആത്മീയമായി ഉറങ്ങുന്ന അവസ്ഥയിൽ നാം ആയിരിക്കണമെങ്കിൽ എന്റെ മകൻ ഉണർന്ന് എഴുന്നേൽക്കുക. ഈ കാലം ഏതാണെന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുക. സ്വയമായി നമ്മുടെ ആത്മീയ അവസ്ഥകളെ തിരിച്ചറിയുക. ആരാകുമെന്ന് അറിഞ്ഞ് ഉണർന്ന് എഴുന്നേൽക്കുക. അവൻ സ്വന്തം അവൻ ശത്രുവിനെ വിവേചിച്ചറിയുക. അവൻ നമുക്കെതിരായി എഴുന്നേറ്റ് വരുന്ന ആ ശത്രുവിനെ കണ്ട് അറിഞ്ഞ് അവനോട് പോരാടി നിൽക്കണമെങ്കിൽ ഉണർന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഉറങ്ങുന്നവനും ആത്മീകമായി ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. 3 ആത്മീക മനുഷ്യന്മാരുണ്ട്. ഒന്ന് വേൾഡ്ലിമാൻ, ലൗകികൻ, ദൈവമില്ലാത്ത ലോകപ്രകാരം ജീവിക്കുന്നവൻ. മറ്റൊന്ന് കാർണൽമാൻ, ജഡീകൻ, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും പാപത്തിൽ ജീവിക്കുന്നവൻ. മൂന്നാമത് ആത്മീകൻ, സ്പിരിച്വൽമാൻ, ദൈവത്തോട് അവൻ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആത്മീക മനുഷ്യൻ. ഈ കാർണൽമാൻ അവൻ പലപ്പോഴും ഉറങ്ങുന്നവനാണ്. അവൻ സ്ലംബറിംഗില്ല, പകുതി ഉറക്കത്തിലും പകുതി മയക്കത്തിലും ശീതവാനും ഉഷ്ണവാനുമായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അത് മുൻപോട്ട് പോകുമ്പോൾ അവൻ ആഴമായ ഉറക്കത്തിലേക്ക് വീണോ. അപ്പോൾ പിന്നെ അവന്റെ അവസ്ഥ എന്താണ്? വേൾഡ്ലിമാനോടൊപ്പം ചേർന്ന് കാരണന്മാരായി തീരും. അവൻ ജഡികൻ, അവൻ ലൗകികനോട് ചേർന്ന് പോകും. അവൻ ആത്മീകമായി ഉറങ്ങുന്നവൻ മരിച്ചവരോട് സമനായി മാറും. പിന്നീട് അവനെ കൊണ്ട് അവൻ യാതൊരു പ്രയോജനവും ആത്മമണ്ഡലത്തിലില്ല. അവൻ മരിച്ചവരോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ലോകത്തോട് ചേരുവാനല്ല, ലോകത്തോടുകൂടെ പട്ടുപോകുവാനല്ല. ദൈവമേ വിളിച്ചിരിക്കുന്നത് ആത്മാവിൽ ഉണർന്ന് എഴുന്നേറ്റ് അവൻ ക്രിസ്തുവിന്റെ പ്രകാശം ലോകത്തിൽ പരത്തുന്ന അവൻ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കേൾക്കപ്പെട്ടതായ ദൈവിക ആലോചനയ്ക്ക് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മകനുടെ മുദ്രയിലിട്ട് ഉറങ്ങുന്നവരെ മരിച്ചവരെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത് അവൻ ഉറങ്ങുവാനുള്ള സമയമല്ല, കാലഘട്ടത്തെ തിരിച്ചറിയുക. ഇത് കർത്താവിന്റെ മടങ്ങി വരേണ്ട സമയമാണ്. അവൻ ആസന്ന ഭാവിയിൽ അവൻ സംഭവിക്കുവാൻ പോകുന്ന ഒരു മഹാസംഭവമാണ് നമ്മുടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷത. അവൻ വരുവാൻ പോകുന്നു. വിളക്കിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ അവൻ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ എണ്ണയോടെ കാത്തിരിക്കുന്ന അവൻ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു. അതുകൊണ്ട് ഉറക്കത്തിൽ എഴുന്നേൽക്കുക, യേശു കർത്താവ് നമ്മുടെ മേൽ പ്രകാശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമുക്ക് വരങ്ങളാൽ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന്